ഡെങ്കിപ്പനി ഹൈ റിസ്ക് മേഖലയായി പാലക്കാട് മണ്ണാർക്കാട് 700ഓളം കേസുകളാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മണ്ണാർക്കാട് നഗരസഭാ പരിധിയിൽ ശുചിത്വ ഹർത്താൽ നടത്താൻ തീരുമാനമായി. ഷാരിഖ് നവാസ് പാലക്കാട് നിന്ന് അപ്ഡേറ്റ് ചെയ്യും. പറയൂ ഷാരിഖ്. ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് നഗരസഭയിലാണ്. 700ഓളം കേസുകളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏറ്റവും ഹൈ റിസ്ക് മേഖലയായി ഡെങ്കിപ്പനി ബാധിച്ച് ഹൈ റിസ്ക് മേഖലയായി മണ്ണാർക്കാട് നഗരസഭയെ ആരോഗ്യ വകുപ്പ് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തന്നെ മണ്ണാർക്കാട് നഗരസഭാ ജനപ്രതിനിധികളും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരും മറ്റും യോഗം ചേർന്നിരുന്നു. മണ്ണാർക്കാട് നഗരസഭാ പരിധിയിൽ ശുചിത്വ ഹർത്താൽ നടത്താൻ തീരുമാനിച്ചു. എന്തായാലും ഈ വർഷം തന്നെ ഡെങ്കിപ്പനി ബാധിച്ച് പാലക്കാട് ജില്ലയിൽ 6 പേരാണ് മരണപ്പെട്ടത്. കഴിഞ്ഞ മാസം ജൂൺ മാസത്തിൽ മാത്രം 3 പേരാണ് ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചത്. അത്തരത്തിൽ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് മണ്ണാർക്കാട് നഗരസഭാ പരിധിയിലാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് വരുന്ന ഒരു ആക്ഷേപം കൂടെ മറ്റുമുണ്ട്. അതായത് കൊതുക് നശീകരണം കാര്യമായി നടക്കുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപം കൂടെ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ വിമർശനമായി ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും അത്തരത്തിൽ ആരോഗ്യ വകുപ്പ് കൂടുതൽ ജാഗ്രതാ നടപടികളിലേക്ക് കടക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.